ക്രാക്കോവ് പോളണ്ടിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാനാവുന്ന നഗരം. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ക്രാക്കോവ് ആയിരുന്നു പോളിഷ് തലസ്ഥാനം. പിന്നീട് ഭരണകേന്ദ്രം വാഴ്സോയിലേക്ക് മാറ്റിയെങ്കിലും ക്രാക്കോവിന്റെ പ്രാധാന്യം ഒട്ടും നഷ്ടമായില്ല. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം ഇതാണ്. യുനെസ്കോ ആദ്യമായി പൈതൃക സ്ഥാന പദവി നൽകിയ ചരിത്ര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ക്രാക്കോവിന്റെ ഓൾഡ് ടൗൺ. ഇന്ന് യൂറോപ്പിലെ തിരക്കേറിയ സമ്മർ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണിവിടം. പ്രതിവർഷം 1.5 കോടിയിലധികം ടൂറിസ്റ്റുകൾ ഈ നഗരത്തിൽ വന്നിറങ്ങുന്നുണ്ട്. പോകാം ക്രാക്കോവിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ക്രാക്കോവ് നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം മെയിൻ മാർക്കറ്റ് സ്ക്വയർ, തുടർന്ന് ക്ലോത്ത് ഹാൾ, അടുത്തത് സെയിന്റ് മേരീസ് ബസിലിക്ക, തുടർന്ന് വേവൽ കാസിൽ, അടുത്തത് വിസ്റ്റുല നദി, പിന്നെ ജൂവിഷ് ക്വാർട്ടർ, തുടർന്ന് ഓസ്കാർ ഷിൻഡ്ലറുടെ ഇനാമൽ ഫാക്ടറി, അടുത്തത് വീലിഷ്ക സാൾട്ട് മൈൻ, അവിടെ നിന്നും ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്, അവസാനമായി ബെർക്കിനോവ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. നഗരത്തിന്റെ സാംസ്കാരിക ഹൃദയമായ മെയിൻ മാർക്കറ്റ് സ്ക്വയറിൽ നിന്ന് നമുക്ക് യാത്ര ആരംഭിക്കാം. ഭൂമിശാസ്ത്രം കണക്കിലെടുക്കുമ്പോഴും നഗരത്തിന്റെ മധ്യത്തിലായി വരും ഇതിന്റെ സ്ഥാനം. 13-ാം നൂറ്റാണ്ടിലെ മംഗോൾ അധിനിവേശ കാലത്ത് നശിപ്പിക്കപ്പെട്ട ശേഷം മാർക്കറ്റ് സ്ക്വയർ കേന്ദ്രമാക്കി നഗരം വളരുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ ക്രാക്കോവിന്റെ ചരിത്രവുമായി ഇഴചേർന്ന ബന്ധമുണ്ട് ഈ ചത്വരത്തിന്. പോളണ്ട് രാജഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചിരുന്നത് ഇവിടെയാണ്. പ്രമുഖരായ അതിഥികളെ വരവേറ്റിരുന്നതും സുപ്രധാന വിളംബരങ്ങൾ നടത്തിയിരുന്നതും പരസ്യമായി വധശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നതും ഇവിടെ തന്നെ. നാസികൾ ക്രാക്കോവ് പിടിച്ചടക്കിയപ്പോൾ ഹിറ്റ്ലറിന്റെ പേര് ചത്വരത്തിന് നൽകിയിരുന്നു. യുദ്ധകാലത്ത് വലിയ നാശനഷ്ടങ്ങളുണ്ടായ ചത്വരത്തിലെ നിർമ്മിതികൾ പലതും പിന്നീട് പുതുക്കി പണിതതാണ്. ഇന്ന് നഗരത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്നതിനൊപ്പം ടൂറിസം ആക്ടിവിറ്റികളുടെയും കേന്ദ്രവും ഇവിടമാണ്. പഴമയുടെ പ്രൗഢിയും സൗന്ദര്യവും കാണുന്ന കെട്ടിടങ്ങൾ കണ്ടും ആളുകളെ നിരീക്ഷിച്ചും ചത്വരത്തിലൂടെ നടക്കുകയെന്നത് രസകരമായ അനുഭവമായിരിക്കും. നിരവധി ചരിത്ര സ്മാരകങ്ങൾ മാർക്കറ്റ് സ്ക്വയറിന് ചുറ്റുമായുണ്ട്. ക്ലോത്ത് ഹാൾ, സെയിന്റ് മേരീസ് ബസിലിക്ക, ടൗൺ ഹാൾ ടവർ, മെമ്മോറിയലുകൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടും. യൂറോപ്യൻ ചത്വരങ്ങളിൽ പതിവായ തെരുവ് കലാകാരന്മാരെ പലയിടങ്ങളിലും കാണാം. പാരമ്പര്യ ഭാവം തുളുമ്പുന്ന കുതിരവണ്ടികൾ മാർക്കറ്റ് സ്ക്വയറിന്റെ പ്രത്യേകതയാണ്. ഈ കുതിരവണ്ടികളിൽ കയറി ചരിത്രമുറങ്ങുന്ന തെരുവുകളിലൂടെ ഒരു റൈഡും ആവാം. റെസ്റ്റോറന്റുകളാണ് സ്ക്വയറിന്റെ മറ്റൊരാകർഷണം. ചുറ്റുമുണ്ട് തനത് പോളിഷ് വിഭവങ്ങൾ വിളമ്പുന്ന നിരവധി ഭക്ഷണശാലകൾ. സന്ധ്യയോടെ നഗരവാസികളും ചത്വരത്തിലേക്ക് എത്തിത്തുടങ്ങും.
വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ സ്ക്വയറിന്റെ വേറിട്ട രൂപമാകും നിങ്ങൾക്ക് മുന്നിൽ തെളിയുക. ചരിത്രപ്രസിദ്ധമായ ക്ലോത്ത് ഹാളിലേക്ക് നമുക്ക് ഇനി കടന്നു ചെല്ലാം. 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച മന്ദിരമാണിത്. അക്കാലത്ത് പോളണ്ടിലെ വിദേശ വ്യാപാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. അതിർത്തിയോട് ചേർന്നുള്ള നഗരമായതിനാൽ കിഴക്കും തെക്കും നിന്നുള്ള വിദേശികളായ കച്ചവടക്കാർ ക്രാക്കോവിലേക്കാണ് എത്തിയിരുന്നത്. ചർച്ചകൾക്കായി പ്രത്യേക മുറികൾ ക്ലോത്ത് ഹാളിൽ സജ്ജീകരിച്ചിരുന്നു. നഗരത്തിന്റെ മാത്രമല്ല, പോളണ്ടിന്റെ ഒട്ടാകെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സമുച്ചയം. ക്ലോത്ത് ഹാളിനെ ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിച്ചിരിക്കുകയാണ്. താഴെയുള്ള നിലയിൽ സുവനീറുകളും കരകൗശല വസ്തുക്കളും കലാസൃഷ്ടികളും ഒക്കെ വിൽക്കുന്ന സ്റ്റാളുകൾ. പോളിഷ് സംസ്കാരത്തിന്റെ ഭാഗമായ പലതരം ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും വാങ്ങാം. വരാന്തകളിൽ ധാരാളം റെസ്റ്റോറന്റുകളും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഒരു ആർട്ട് ഗ്യാലറിയാണ് ഉള്ളത്. പോളിഷ് പാരമ്പര്യത്തിലുള്ള പ്രഗത്ഭരായ കലാകാരന്മാരുടെ രചനകൾ ഇവിടെ കാണാം. ഇനി കാണേണ്ടത് സ്ക്വയറിന്റെ കോണിലുള്ള സെയിന്റ് മേരീസ് ബസലിക്കയാണ്. പോളിഷ് പാരമ്പര്യത്തിലുള്ള ഗോഥിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹര നിർമ്മിതി. 7 നൂറ്റാണ്ട് മുമ്പ് പണികഴിപ്പിച്ചതാണിത്. ആ കാലഘട്ടത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലവും ഈ മന്ദിരം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത ഉയരത്തിലുള്ള 2 ഗോപുരങ്ങൾ ഈ ദേവാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതിൽ ചെറിയ ഗോപുരം പണ്ട് വാച്ച് ടവറായി ഉപയോഗിച്ചിരുന്നു. വലിയ ഗോപുരത്തിൽ നിന്നും സമയം സൂചിപ്പിച്ചുകൊണ്ട് ഓരോ മണിക്കൂറിലും ഉയരുന്ന കുഴൽവിളി രസകരമായൊരു കാഴ്ചയാണ്. മംഗോൾ അധിനിവേശ കാലത്ത് ശത്രുവിന്റെ വരവ് കുഴൽ വിളിച്ച് ജനങ്ങളെ അറിയിച്ച വാദ്യക്കാരന്റെ ഓർമ്മയ്ക്കായി കുഴൽവിളി പകുതിക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും. സെയിന്റ് മേരീസ് ബസിലിക്കയുടെ ഉൾവശം ഒരു ആർക്കിടെക്ചർ മാസ്റ്റർ പീസാണ്. വൈറ്റ് സ്റ്റോസ് എന്ന പ്രഗത്ഭനായ ശില്പിയുടെ മികച്ച സൃഷ്ടി. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ അൾത്താരകളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. കണ്ണഞ്ചിപ്പിക്കും വിധം മനോഹരമായ അൾത്താര. സ്വർണവർണ്ണത്തിലുള്ള ശില്പങ്ങളുടെ ഒരു നിരയാണ് മുന്നിൽ. വശങ്ങളിൽ നിറപ്പകിട്ടാർന്ന മ്യൂറലുകൾ. സ്വർണ്ണ നിറത്തിലാണ് ഡിസൈൻ പാറ്റേണുകളുടെ സൃഷ്ടിയും. മനോഹരമായ ചിത്രങ്ങൾ സ്റ്റെയിൻ ചെയ്ത ജാലകങ്ങളിലൂടെ വരുന്ന സൂര്യവെളിച്ചം ഈ കാഴ്ചയെ ഒന്നുകൂടി ആകർഷകമാക്കുന്നു. ബൈബിൾ സന്ദർഭങ്ങൾ, ക്രാക്കോവിന്റെ ചരിത്രം എന്നിവയൊക്കെ സൃഷ്ടികളിൽ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായും ഈ ദേവാലയത്തിന് പ്രാധാന്യമുണ്ട്. ക്രാക്കോവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതിയിലേക്കാണ് ഇനി കടന്നു ചെല്ലുന്നത്. വേവൽ കാസിൽ. 13ഉം 14ഉം നൂറ്റാണ്ടുകളിലായി പണിതുയർത്തിയ ദുർഗം. വാഴ്സോയിലേക്ക് തലസ്ഥാനം മാറ്റും വരെ ഇവിടെയായിരുന്നു പോളണ്ടിന്റെ ഭരണം കേന്ദ്രീകരിച്ചിരുന്നത്. തലസ്ഥാനം മാറിയ ശേഷവും കാസിലിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നഷ്ടമാവാതെ നിലനിന്നു. ഇന്ന് കാസിൽ
ഒരു ചരിത്ര സ്മാരകവും ആർട്ട് മ്യൂസിയവുമാണ്. വിസ്റ്റുല നദിയുടെ തീരത്തുള്ള കുന്നിൻ മുകളിലാണ് കാസിലിന്റെ സ്ഥാനം. ഇവിടെ നിന്നുള്ള ചുറ്റുവട്ട കാഴ്ചകൾ ഗംഭീരമാണ്. സായാഹ്നത്തിൽ സൂര്യാസ്തമയം കാണാൻ ധാരാളം ആളുകൾ കുന്നിൻ മുകളിൽ തടിച്ചുകൂടും. കാസിലിലെ നിർമ്മിതികളെല്ലാം കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചിട്ടുണ്ട്. പഴമയുടെ സൗന്ദര്യവും റൊമനസ്ക് ഗോത്തിക് ആർക്കിടെക്ചറുകളുടെ പ്രൗഢിയും കാസിലിൽ കാണാം. പൂച്ചെടികളും പുൽത്തകിടിയും നട്ടുപിടിപ്പിച്ച വിശാലമായ ഗാർഡൻ മുൻവശത്തെ കാഴ്ചയാണ്. രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും അടക്കമുള്ള വസ്തുക്കൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അലങ്കാരസമൃദ്ധമായ മുറികളും ഹാളുകളുമെല്ലാം മധ്യകാല പോളിഷ് സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാകുന്നു. യൂറോപ്പിലെ പ്രഗത്ഭരായ കലാകാരന്മാർ രചിച്ച സൃഷ്ടികളാണ് ആർട്ട് മ്യൂസിയത്തിന്റെ സവിശേഷത. ഒരു കത്തീഡ്രലും കാസിലിന്റെ ഭാഗമായുണ്ട്. രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്നതും മൃതദേഹം അടക്കം ചെയ്തിരുന്നതും ഈ ദേവാലയത്തിലാണ്. വിന്ററിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന കാസിലും ചുറ്റുവട്ടവും അതിമനോഹരമായ കാഴ്ചയാവാറുണ്ട്. അടുത്തതായി കാണേണ്ടത് വിസ്റ്റുല നദിയാണ്. ഈ നദിയുടെ ഇരു കരകളിലുമായാണ് ക്രാക്കോവ് നഗരം വികസിച്ചു വന്നിട്ടുള്ളത്. വൃത്തിയോടെയും മനോഹരമായും പരിപാലിക്കുന്ന നദിയുടെ തീരങ്ങൾ നഗരത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഒരു നീണ്ട ബൊളവാട് തീരത്തൊരുക്കിയിട്ടുണ്ട്. നഗരവാസികൾക്ക് സമയം ചിലവിടാനും വിശ്രമിക്കാനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. സായാഹ്നങ്ങളിൽ ധാരാളം സുഹൃത്ത് സംഘങ്ങൾ ബൊളവാഡിൽ കുശലം പറഞ്ഞിരിക്കുന്നുണ്ടാവും. അവധി ദിവസങ്ങളിൽ കുട്ടികൾക്കൊപ്പം കുടുംബങ്ങളും ഇവിടെ എത്തും. നദിയുടെയും ചുറ്റുവട്ടത്തിന്റെയും കാഴ്ചകൾ കണ്ട് നടപ്പാതയിലൂടെ നടക്കുന്നത് രസകരമായ അനുഭവമാണ്. വേണമെങ്കിൽ സൈക്കിൾ വാടകയ്ക്കെടുത്തും ഇതിലൂടെ സഞ്ചരിക്കാം. തീരത്തോട് ചേർന്നും അല്പം ഉയർന്ന തിട്ടയിലും വാക്ക്വേകളുണ്ട്. അവധി ദിവസങ്ങളിൽ ധാരാളം ആളുകളും ഇവിടെയുണ്ടാകും. വിസ്റ്റുല നദിയിലൂടെ ബോട്ട് യാത്രകൾ നടത്താനും അവസരമുണ്ട്. നഗരത്തിന്റെ കാഴ്ചകൾ കാണുന്നതിനു പുറമെ സമീപ പ്രദേശങ്ങളിലേക്കും ബോട്ടിൽ സഞ്ചരിക്കാം. വൈകിട്ട് സൺസെറ്റ് ക്രൂസ്, രാത്രിയിൽ ഡിന്നർ ക്രൂസ് എന്നിങ്ങനെ പ്രത്യേകം പാക്കേജുകളുമുണ്ട്. റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്ന ബോട്ടുകൾ തീരത്ത് നിർത്തിയിട്ടിട്ടുണ്ടാകും. നദിയുടെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടിരുന്ന് ഭക്ഷണം കഴിക്കാം. വിസ്റ്റുലയിൽ റോവിംഗ്, കയാക്കിംഗ് എന്നു തുടങ്ങി രസകരമായ വാട്ടർ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനും സൗകര്യമുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ജൂവിഷ് ക്വാർട്ടറാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നഗരത്തിൽ ജൂതന്മാർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇടം. 14-ാം നൂറ്റാണ്ടിലാണ് ജൂതർ ക്രാക്കോവിൽ കുടിയേറിയത്. തുടർന്ന് അങ്ങോട്ട് നഗരത്തിന്റെ വളർച്ചയിൽ നിർണായക സംഭാവനകൾ ജൂത സമൂഹം നൽകിയിട്ടുണ്ട്. നാസികൾ ക്രാക്കോവ് കീഴടക്കുമ്പോൾ 65,000-ഓളമായിരുന്നു ജൂതരുടെ സംഖ്യ. യുദ്ധം കഴിഞ്ഞപ്പോൾ അത് 3,000-ൽ താഴെ മാത്രമായി.
ഇന്ന് ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഡെസ്റ്റിനേഷനാണ് ക്രാക്കോവിലെ ജൂവിഷ് ക്വാർട്ടർ. നഗരത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രവും. യഥാർത്ഥത്തിൽ ജൂവിഷ് ക്വാർട്ടറിന് ഇത്ര ശ്രദ്ധ കിട്ടാൻ കാരണം ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയാണ്. സിനിമ പുറത്തിറങ്ങിയ ശേഷം അതിന്റെ ചിത്രീകരണം നടന്ന പ്രദേശം തേടി ആളുകൾ എത്താൻ തുടങ്ങിയതോടെ അധികൃതർ ഇവിടം വികസിപ്പിക്കുകയായിരുന്നു. സിനഗോഗുകളാണ് ജൂവിഷ് ക്വാർട്ടറിലെ പ്രധാന കാഴ്ച. നിർമ്മാണ രീതി കൊണ്ടും ചരിത്രം കൊണ്ടും വ്യത്യസ്തമായ സിനഗോഗുകൾ. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയും അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതുമൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ. ഷിറോക്ക സ്ട്രീറ്റ് എന്ന തെരുവ് ജൂവിഷ് ക്വാർട്ടറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളുമെല്ലാം പ്രവർത്തിക്കുന്ന ഇടം. ജൂത സംസ്കാരത്തിന്റെ ഭാഗമായ വിഭവങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ ഇവിടെ ലഭിക്കും. വംശഹത്യകാലത്ത് ജൂതർ അനുഭവിച്ച പീഡനങ്ങൾ വിവരിക്കുന്ന മ്യൂസിയങ്ങൾ, സ്മാരകങ്ങൾ എന്നിവയും ജൂവിഷ് ക്വാർട്ടറിലുണ്ട്. അടുത്തതായി നാസികളുടെ കൊടും ക്രൂരതയിൽ നിന്നും 1200ഓളം ജൂതരെ സ്വന്തം സമ്പാദ്യം ചിലവാക്കി രക്ഷിച്ച ഒരു യഥാർത്ഥ മനുഷ്യന്റെ സ്മാരകം കാണാം. ഓസ്കാർ ഷിൻഡ്ലറുടെ ഫാക്ടറി. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയിലൂടെ നിങ്ങളിൽ പലരും അദ്ദേഹത്തെ അറിഞ്ഞിട്ടുണ്ടാവും. അലുമിനിയം പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഫാക്ടറിയായിരുന്നു ഷിൻഡ്ലറിന് ക്രാക്കോവിൽ ഉണ്ടായിരുന്നത്. ഉൽപാദനം നടന്നിരുന്ന ഭാഗങ്ങളെല്ലാം യുദ്ധത്തിൽ തകർന്നുപോയി. ഓഫീസ് ഉൾപ്പെട്ട കെട്ടിടങ്ങൾ ഇന്നൊരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ കണ്ടംപററി ആർട്ട് ഗാലറിയാണ് പ്രവർത്തിക്കുന്നത്. ഷിൻഡ്ലറുടെയും നാസികളിൽ നിന്നും ഷിൻഡ്ലർ രക്ഷിച്ച ജൂതരുടെയും ചിത്രങ്ങൾ മ്യൂസിയത്തിൽ കാണാം. ഷിൻഡ്ലറുടെ ഫാക്ടറിയിൽ പാത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾ, പലതരം പാത്രങ്ങൾ എന്നിവയും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഷിൻഡ്ലറുടെ ഓഫീസാണ് പ്രധാനപ്പെട്ട കാഴ്ച. അന്നത്തെ ഫോണും ടൈപ്പ്റൈറ്ററും അടക്കമുള്ള വസ്തുക്കൾ ഇവിടെയുണ്ട്. ഈ ഓഫീസിൽ നിൽക്കുമ്പോൾ അക്കാലത്തെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളും ജൂതരുടെ ദയനീയമായ അവസ്ഥയുമെല്ലാം മനസ്സിലേക്ക് കടന്നുവരും. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ സീനും മനസ്സിലൂടെ കടന്നുപോകും. ജൂതരെ പാർപ്പിച്ചിരുന്ന ഖെറ്റോ ഉൾപ്പെടെ നാസി കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോ പ്രദർശനങ്ങൾ എന്നിവയും ഷിൻഡ്ലറുടെ ഫാക്ടറി മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. ബീലിഷ്ക സാൾട്ട് മൈനാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഉപ്പ് കുഴിച്ചെടുത്തിരുന്ന ഖനി. 327 മീറ്റർ വരെ ആഴത്തിലേക്ക് ഖനിയിലെ തുരങ്കങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. തുരങ്ക ശൃംഖലയുടെ ആകെ നീളം 200 കിലോമീറ്ററിലധികം വരും. പക്ഷേ അതിൽ 4 കിലോമീറ്ററിൽ താഴെ മാത്രമേ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അപകട സാധ്യതയും ഖനിയുടെ സങ്കീർണതകളും കാരണം ഗൈഡഡ് ടൂറുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. നിയമങ്ങൾ കർശനമായി അനുസരിക്കുകയും വേണം. ടൂറിസ്റ്റ് റൂട്ട്, മൈനേഴ്സ് റൂട്ട് എന്നിങ്ങനെ 2 പാക്കേജുകളുണ്ട്. ലളിതമായ വഴികളിലൂടെയാണ് ടൂറിസ്റ്റ് റൂട്ട് കടന്നുപോകുന്നത്. തുരങ്കങ്ങളും ഇടയ്ക്കുള്ള ചേംബറുകളും ചാപ്പലുകളും വഴിയിൽ കാണാം. ചേംബറുകളിൽ ഖനിയുടെ ചരിത്രം പറയുന്ന ശില്പങ്ങൾ,
ഉപ്പുപാറകളിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ഉപ്പുപാറയ്ക്കുള്ളിലാണ് ചാപ്പലുകളുടെ നിർമ്മാണവും. ഇതിൽ ഏറ്റവും വലുത് സെയിന്റ് കിങ്കാസ് ചാപ്പലാണ്. കല്യാണങ്ങൾ നടത്താനും സ്വകാര്യ ചടങ്ങുകൾക്കും ചാപ്പലുകളും ചേംബറുകളും ഉപയോഗിക്കാറുണ്ട്. ഖനനത്തിനായി ഉപയോഗിച്ചിരുന്ന പലതരം യന്ത്ര സംവിധാനങ്ങൾ ചേംബറുകളിൽ കാണാം. തടിയുടെ ഉപയോഗ രീതികൾ ഖനിയിലെ ഒരു അത്ഭുത കാഴ്ചയാണ്. തുരങ്കങ്ങൾക്ക് താങ്ങു നൽകിയിരിക്കുന്നത് തലങ്ങും വിലങ്ങും തടികൾ പാകിയാണ്. കൂടുതൽ സാഹസികമായ ഭൂഗർഭ അറകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് മൈനേഴ്സ് റൂട്ട് പാക്കേജ്. ഭൂമിക്കടിയിലെ കുളങ്ങളും സാൾട്ട് കേവുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇനി ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കടന്നു ചെല്ലാം. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതികളിലൊന്ന് അരങ്ങേറിയ തടവറ. ഇന്നൊരു സ്മാരകമായി സംരക്ഷിച്ചു വരുന്ന സ്ഥലത്ത് ഗൈഡഡ് ടൂറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് ഗൈഡ് നയിക്കുന്ന സംഘത്തിനൊപ്പം ഉള്ളിലേക്ക് പോകാം. ലോക മനസ്സാക്ഷിയെ മരവിപ്പിക്കും വിധം നാസികൾ ചെയ്ത കൊടും ക്രൂരതകളെപ്പറ്റി അറിയാത്തവരാരുമുണ്ടാകില്ല. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമുള്ള പ്രവൃത്തികളുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഓഷ്വിറ്റ്സിൽ കാണുക. ജൂതരെയും പോളിഷ് രാഷ്ട്രീയ തടവുകാരെയും ജിപ്സികളെയും ഒക്കെയായിരുന്നു ഈ തടവറയിലേക്ക് എത്തിച്ചിരുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വൃദ്ധരെന്നോ കുട്ടികളെന്നോ ഭേദമില്ലാതെ കൊന്നൊടുക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. തങ്ങൾക്കിഷ്ടമില്ലാത്തവരുടെ സമ്പൂർണ്ണ ഉന്മൂലനം. ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതിൽ രോഗികളെയും വൃദ്ധരെയും കുട്ടികളെയും അപ്പോൾ തന്നെ ഗ്യാസ് ചേംബറിൽ അടച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പതിവ്. വളരെ ക്രൂരവും അശാസ്ത്രീയവുമായ പരീക്ഷണങ്ങൾ പലതും നടത്തിയിരുന്നത് അത്തരക്കാരിലായിരുന്നു. മറ്റുള്ളവരെ പലവിധ ജോലികൾ ചെയ്യിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടു. ചെറിയ തെറ്റുകൾക്ക് പോലും ഏൽക്കേണ്ടി വന്നിരുന്ന ശിക്ഷകൾ മനസ്സിൽ കാണാൻ കഴിയുന്നതിനപ്പുറം ക്രൂരമായിരുന്നു. ക്യാമ്പിന് താങ്ങാവുന്നതിലധികമാണ് തടവുകാരുടെ സംഖ്യയെങ്കിൽ കൂട്ടത്തോടെ വെടിവെച്ച് കൊലപ്പെടുത്തും. ഈ പ്രവൃത്തികളെല്ലാം നടന്നിരുന്ന സ്ഥലങ്ങൾ കാണിച്ചു തന്ന് ഗൈഡ് ചരിത്രം വിവരിക്കും. ഓഷ്വിറ്റ്സിൽ കൊല്ലപ്പെട്ടവരുടെ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്നിവയൊക്കെ പലയിടങ്ങളിലായി കുന്നുകൂട്ടിയിട്ടിട്ടുണ്ട്. കുട്ടികളുടെ ചെരുപ്പുകളും കളിപ്പാട്ടങ്ങളും വരെയുണ്ട് അക്കൂട്ടത്തിൽ. വിങ്ങുന്ന മനസ്സോടെ മാത്രമേ ഈ കാഴ്ചകളെല്ലാം കണ്ട് മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനാകൂ. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുകയുമില്ല. അവസാനമായി ബർക്കിനോവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാം. തടവുകാരുടെ എണ്ണം കൂടിയപ്പോൾ ഓഷ്വിറ്റ്സിന് പുറമെ സമീപത്തുള്ള ബർക്കിനോവിൽ മറ്റൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കൂടി നാസികൾ തുറന്നിരുന്നു. 20 ഹെക്ടർ ആയിരുന്നു ഓഷ്വിറ്റ്സിന്റെ വിസ്തൃതിയെങ്കിൽ ബർക്കിനോവിന്റേത് 140 ഹെക്ടർ ആയിരുന്നു. ഒരു സമയം 1.25 ലക്ഷം തടവുകാരെ വരെ പാർപ്പിക്കാൻ കഴിഞ്ഞിരുന്ന സംവിധാനം. കൂട്ടക്കുരുതി വേഗത്തിലാക്കാനാണ് ബർക്കിനോവ് ക്യാമ്പിലൂടെ നാസികൾ ലക്ഷ്യമിട്ടത്.
ട്രെയിനിൽ തടവുകാരെ നേരിട്ട് ക്യാമ്പിൽ എത്തിക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു. റെയിൽവേ ട്രാക്ക് കടന്നുപോകുന്ന ബെർക്കിനോവിന്റെ കവാടം ഗേറ്റ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്നു. ഗേറ്റിന് മുകളിലെ വാച്ച് ടവറിൽ നിന്നാൽ ക്യാമ്പ് മുഴുവനും കാണാം. വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ ഇപ്പോൾ കോമ്പൗണ്ടിൽ അവശേഷിക്കുന്നുള്ളൂ. മറ്റുള്ളവ സോവിയറ്റ് സൈന്യം ഇടിച്ചു നിരത്തിയിരുന്നു. ക്രൂരതകൾ പുറംലോകം അറിയാതിരിക്കാൻ ക്രിമിറ്റോറിയം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നശിപ്പിച്ച ശേഷമാണ് നാസികൾ രക്ഷപ്പെട്ടത്. ഗ്യാസ് ചേംബറുകളുടെ അവശേഷിപ്പുകൾ മാത്രമേ ബെർക്കിനോവിൽ ഇപ്പോൾ കാണാനാകൂ. എങ്കിലും നടന്ന സംഭവങ്ങളെപ്പറ്റി ഗൈഡ് നൽകുന്ന വിവരണത്തിലൂടെയും ചിത്രങ്ങളിലൂടെയും നമുക്കത് ഓരോന്നും സങ്കല്പിക്കാനാകും. പോളണ്ടിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നായ ക്രാക്കോവിന്റെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുവന്നത്. തനത് പോളിഷ് സംസ്കാരം കൊണ്ടും ഭൂപ്രകൃതിയുടെ മനോഹാരിത കൊണ്ടും ആകർഷകമായ ആഗോള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി ഭംഗിയും ഇവിടെ കാഴ്ചയാകുന്നതിനൊപ്പം നാസികളുടെ കൊടും ക്രൂരതകൾ അരങ്ങേറിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും നിറഞ്ഞ മനുഷ്യ സമൂഹത്തിന്റെ യഥാർത്ഥ ചരിത്രം ഒരു പാഠമായി ഈ നഗരം നമുക്ക് പകർന്നു നൽകുന്നു.